ഹലോ ഡിയേഴ്സ്, ഞാൻ സംഗീത. ഈ തടിയുടെ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു മരം വെട്ടുകാരനായ എംപ്ലോയി ഉണ്ടായിരുന്നു. അയാൾ 5 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്ത് വരികയായിരുന്നു. അയാൾക്ക് സാലറി ഹൈക്കൊന്നുമില്ല, ഒരേ സാലറി തന്നെ 5 വർഷമായിട്ട് വർക്ക് ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു പുതിയ എംപ്ലോയി കമ്പനി ഹയർ ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ അയാൾക്ക് സാലറി ഹൈക്കും കൊടുത്തു. അപ്പൊ ഈ പഴയ എംപ്ലോയി ചെന്ന് ബോസിനോട് ചോദിച്ചു, ഞാൻ 5 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യില്ലേ, എനിക്ക് ഇതുവരെ ഒരു സാലറി ഹൈക്കും കിട്ടിയില്ല, ഇപ്പൊ വന്ന ആ പുതിയ എംപ്ലോയിക്ക് 2 വർഷമായപ്പോൾ സാലറി ഹൈക്ക് കൊടുത്തു, ഇതെങ്ങനെ അംഗീകരിച്ച് തരാനാണ്? അപ്പൊ ബോസ് പറഞ്ഞു, ഞങ്ങൾ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അപ്പൊ ഇവിടെ പ്രൊഡക്റ്റീവായി വർക്ക് ചെയ്യുന്ന ആരോ അവർക്കാണ് നമ്മൾ സാലറി ഹൈക്കും ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഇയാൾക്ക് ആകെ വിഷമമായി. ഇയാൾ ചെന്ന് കൂടുതൽ സമയമെടുത്ത് കഠിനമായി അധ്വാനിക്കാൻ തുടങ്ങി. എന്നിട്ടും അയാൾക്ക് വലിയ റിസൾട്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അയാൾ ആകെ വിഷമത്തിലായി. എന്നിട്ട് അയാൾ ഒരു കാര്യം തീരുമാനിച്ചു, ആ പുതിയ എംപ്ലോയിയുടെ നിന്ന് എന്താണ് അയാളുടെ ഈ പ്രൊഡക്ടിവിറ്റിയുടെ രഹസ്യം എന്ന് ചോദിക്കാമെന്ന്. അങ്ങനെ അയാൾ ചെന്ന് ചോദിച്ചു. അപ്പൊ ഈ പുതിയ എംപ്ലോയി പറഞ്ഞു, ഞാൻ ഓരോ മരം വെട്ടി കഴിയുമ്പോഴും 2 മിനിറ്റ് റെസ്റ്റ് എടുക്കും. ആ സമയം ഞാൻ എന്റെ ആയുധം, ആ മരം വെട്ടാൻ ഉപയോഗിക്കുന്ന ആയുധം ഷാർപ്പൻ ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ട് അയാളോട് ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ ആയുധം ലാസ്റ്റ് ഷാർപ്പൻ ചെയ്തത്? അപ്പൊ അയാൾ പറഞ്ഞു, 5 വർഷമായെന്ന്. ഇത് മരം വെട്ടുന്നതിന്റെ കാര്യം. നമ്മുടെ മൈൻഡും ഇതല്ലേ. നമ്മുടെ വിദ്യാഭ്യാസം, സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം ഒക്കെ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജോലിക്കൊക്കെ കയറി കാണും. അപ്പൊ സമയമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ലെവലിൽ തന്നെ നമ്മുടെ മൈൻഡ് ഇപ്പോഴും നിൽക്കുകയാണല്ലേ. എല്ലാവരുടെയും കാര്യമല്ല. അപ്പോ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് അറിവ് നേടാനും നമ്മുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തി അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്താനും അതിനുവേണ്ടി വർക്ക് ചെയ്യാനും കൂടി ശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ മൈൻഡിന് അത് വലിയൊരു റിഫ്രഷ്മെന്റ് ആയിരിക്കും. ഇപ്പൊ ഓഫ്ലൈൻ ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമില്ല, ഓൺലൈൻ കിട്ടും അല്ലെ. അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തിനെ കുറിച്ചുള്ള വീഡിയോസും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തി കുറച്ച് സമയം അതിനു വേണ്ടി നമ്മൾ ചെലവഴിച്ച് നോക്കൂ, വലിയ മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാനിപ്പോ വായിക്കുന്ന യു ക്യാൻ വിൻ എന്നൊരു പുസ്തകത്തിൽ നറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എല്ലാവർക്കും സന്തോഷം, സമാധാനം നിറഞ്ഞൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.